ഇനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഐ.ടി സൂചികയെ സംബന്ധിച്ചിടത്തോളമാണ്. പ്രത്യേകിച്ച് താരിഫിന്റെ ഒരു അനിശ്ചിതാവസ്ഥകളൊക്കെ തന്നെ നിലനിന്ന സമയത്ത് യു.എസിലുണ്ടാകുന്ന ഏതൊരു തീരുമാനങ്ങളെയും ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുക ഇന്ത്യൻ ഐ.ടി കമ്പനികളാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഐ.ടി സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ 12.23% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സൂചിക കൂടിയാണ് ഐ.ടി എന്ന് പറയുന്നത്. ഐ.ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നെഗറ്റീവ് റിട്ടേണിന്റെ കാലഘട്ടം കഴിഞ്ഞോ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ റാലിയിൽ ഐ.ടി ഇൻഡെക്സിന്റെ ഒരു സ്വാധീനം ഇനിയും എത്രമാത്രമായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഐ ടി ഇൻഡെക്സ് നമ്മൾ പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ഇൻഡെക്സ് ആണ്. കാരണം ഒരു വലിയൊരു കറക്ഷൻ, ഞാൻ ഷോർട്ട് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയർലി 46,000 അടുത്ത് വന്നിട്ട് ഒരു കറക്ഷൻ സംഭവിച്ചതാണ് CNS-IT-യിൽ. അപ്പോൾ ആ ഒരു ഇൻഡെക്സിൽ വളരെയധികം കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു ചെറിയൊരു റിക്കവറി മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഓളി പാർട്ടിസിപ്പേഷനൊക്കെ അത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഇത് മാർക്കറ്റിൽ വന്ന മറ്റുള്ള പൈയുടെ അനുസരിച്ചിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ബട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇത് ഒരു പുൾ ബാക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സപ്പോർട്ട് ലെവലിൽ നിന്ന് താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലയെന്നാണ് നമുക്കത് നോക്കേണ്ടത്. 36,000 ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന് താഴോട്ട് പോയിട്ടില്ല, അവിടെ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിക്കവറി മോഡെന്ന് പറയാം. അപ്പോൾ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരികയോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ആ ഒരു ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമുക്കൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പോസിറ്റീവ് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ പറയുന്നത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഐ ടി ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ചില മിഡ് ക്യാപ് ഐ ടി കമ്പനികളിൽ വളരെയധികം നല്ല പെർഫോമൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കത് ബൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്ന കമ്പനികളായിട്ട് മാറിയിട്ടുണ്ട്.